കെ സുധാകരനും കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. കെ സുധാകരന്റെ നടാലിലുള്ള വസതിയിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. 10 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു കൂടിക്കാഴ്ച. തങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. ആരാ പറഞ്ഞങ്ങനെ പോവില്ല? ആരാ നിങ്ങൾക്ക് ഹിന്റ് തന്നോനെ തരണം? പേരാവൂരല്ലേ, അവിടെ പ്രാദേശികമായിട്ട് കുറെ പ്രവർത്തകരൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ഒരു ദേഷ്യത്തിലും ഇല്ല, എന്നോടൊരു ദേഷ്യവാടിയില്ല. എനിക്ക് നന്നായി അറിയാം. നല്ല പ്രശ്നങ്ങളല്ലെങ്കിൽ നമ്മൾ തീർത്തിട്ട് പോകുന്ന ആളുകളാണ്. ഞാൻ തന്നെ വിചാരിച്ച 1 മണിക്കൂർ കൊണ്ട് അതൊക്കെ തീരും. അതൊന്നൊരു പ്രശ്നമല്ല. അത് നമ്മൾ തമ്മിലാ പ്രേമൊന്നും. സി കെ വിജയൻ വിവരങ്ങളുമായി ചേരുകയാണ്. സി കെ, എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കൂ? ഞങ്ങൾ തമ്മിലോ പ്രേമാണ് എന്നാണ് കെ സുധാകരൻ മറുപടി പറയുന്നത്. നിറചിരിയോടുകൂടി നിൽക്കുന്ന കെ.പി.സി.സി അധ്യക്ഷനെ സണ്ണി ജോസഫിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും കെ സുധാകരൻ പ്രചാരണത്തിനായിട്ട് പേരാവൂരിലേക്ക് പോവോ? പ്രണയമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇരുവർക്കുമിടയിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം വസ്തുതയാണ്. ഡൽഹിയിൽ ഉൾപ്പെടെ നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് പോലും സണ്ണി ജോസഫ് കെ സുധാകരനുമായി പങ്കുവെക്കാറില്ല എന്ന പരിഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സണ്ണി ജോസഫുമായി പ്രശ്നമുണ്ട്, പക്ഷേ ഞങ്ങൾ അധികം വൈകാതെ തന്നെ അത് പറഞ്ഞു പരിഹരിക്കും, ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ പറഞ്ഞു പരിഹരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ആ പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കെ.പി.സി.സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് എത്തിയത്. ആ ക്ഷണം നടന്നു. ഇനി നാളെ വൈകിട്ട് 5 മണിയോടുകൂടി കരിക്കോട്ടക്കരിയിൽ നടക്കുന്ന സണ്ണി ജോസഫിന്റെ പ്രചരണ പരിപാടിയിൽ കെ സുധാകരൻ പങ്കെടുക്കും. ഒരു മഞ്ഞുരുകൽ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും സംസാരത്തിൽ നിന്നും എല്ലാം തന്നെ വളരെ വ്യക്തമാണ്. ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് പറയുന്ന കെ സുധാകരൻ അടുത്ത നിമിഷം പറഞ്ഞ വാചകം ഞങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ 1 മണിക്കൂറേ വേണ്ടൂ എന്നാണ്. മാത്രവുമല്ല, ആ സമയത്ത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അതിൽ 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞ് ചുരുക്കുന്നു. അത്തരത്തിൽ ഒരു പ്രശ്നം, ഒരു ശീത സമരം ഇരുവർക്കുമിടയിൽ ഉണ്ട്, അല്ലെങ്കിൽ മാനസികമായ ഒരു ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു. ആ അകൽച്ച ഒരുപക്ഷെ ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയോടുകൂടി പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും സണ്ണി ജോസഫും കെ സുധാകരനും നാളെ ഒരു വേദിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തും. അത് അദ്ദേഹത്തിന്റെ മണ്ഡലമായ കരിക്കോട്ടക്കരിയിലാണ്. ഇന്ന് ഒരു 10 മിനിറ്റോളമാണ് ഈ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. കെ സുധാകരന്റെ നടാലുള്ള വസതിയിലാണ് സണ്ണി ജോസഫ് എത്തിയത്.